നമസ്കാരം. ഇന്ന് നമ്മൾ കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്ന അയ്യൻകാളിയെ കുറിച്ചാണ്. 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ പ്ലാവുത്തറ വീട്ടിലാണ് അയ്യൻകാളി ജനിക്കുന്നത്. പിതാവ് അയ്യൻ, മാതാവ് മാല, ഭാര്യ ചെല്ലമ്മ. തൈക്കാട് അയ്യായുടെ ശിഷ്യനായിരുന്നു ഇദ്ദേഹം. ഇനി അയ്യങ്കാളിയെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ നോക്കാം. ആളിക്കത്തിയ തീപ്പൊരി, ആധുനിക ദലിതരുടെ പിതാവ്, പുലയരാജ. പുലയരാജ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിശേഷിപ്പിച്ചത് EK നായനാരാണ്. കറുത്ത സൂര്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും അയ്യങ്കാളിയാണ്. ഇനി അദ്ദേഹത്തിന്റെ ഒരു കോട്സ് പഠിക്കാം. ജോലി ചെയ്താൽ കൂലി പണമായി തന്നെ വേണം എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. അതിന്റെ കൂടെ കണക്ട് ചെയ്ത് പഠിക്കുന്ന ഒന്നാണ് ജോലി ചെയ്താൽ കൂലി വേണം എന്ന് പറഞ്ഞ് വൈകുണ്ഠസ്വാമി. രണ്ടും മാറിപ്പോവരുത്. അയ്യൻകാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമാണ് വില്ലുവണ്ടി സമരം. ഇത് 1893 നടന്നത്. പുലയ സമുദായത്തിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി വെങ്ങാനൂരിൽ നിന്നും കവടിയാർ കൊട്ടാരം വരെ നടത്തിയ ജാഥയാണ് വില്ലുവണ്ടി സമരം. 1904 കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. അതുപോലെ തന്നെ 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. അയ്യൻകാളിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത്. ഇത് SNDPയുടെ മാതൃകയിലാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലനി. ഇത് 1913 കൊണ്ടുവന്നത്. ഇതിന്റെ പ്രത്യേകത ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമാണ് സാധുജന പരിപാലനി. ഇതിന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത് ചങ്ങനാശ്ശേരി സുദർശന പ്രസ്സിലാണ്. സാധുജന പരിപാലനയുടെ ആദ്യ എഡിറ്റർ ചെമ്പൻതറ കാളിചോതി കറുപ്പൻ. 1909 കർഷക സമരം നയിച്ചതും അയ്യൻകാളിയാണ്. ഇത് പുലയ സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ പഠനാനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂറിലെ ആദ്യത്തെ കർഷക പണിമുടക്ക് സമരം നയിച്ചത് അയ്യൻകാളിയാണ്. സമരത്തിന്റെ മുദ്രാവാക്യമാണ് "ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കും" എന്നുള്ളത്. അയ്യൻകാളിയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷമാണ് 1911. 1912 ഫെബ്രുവരി 12 അയ്യൻകാളിയും ശ്രീനാരായണ ഗുരുവും ബാലരാമപുരത്ത് വെച്ച് കണ്ടുമുട്ടി. അതുപോലെ തന്നെ 1914 ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. ആ വർഷം തന്നെയാണ് തിരുവിതാംകൂർ ഭരണാധികാരിയായ ശ്രീമൂലം തിരുനാൾ എല്ലാ ജാതിയിൽപ്പെട്ട കുട്ടികൾക്കും കേരളത്തിലെ സർക്കാർ സ്കൂളിൽ പഠിക്കാനുള്ള അനുമതി നൽകി. 1915 ഊരൂട്ടമ്പല ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള എന്നറിയപ്പെടുന്ന ലഹള നടന്നത്. പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിക്ക് തിരുവനന്തപുരം ഊരൂട്ടമ്പലം ഗവൺമെന്റ് സ്കൂളിൽ പ്രവേശനം നൽകിയതിനെ തുടർന്ന് സ്കൂൾ തീയിട്ട് നശിപ്പിച്ചു. ഇതിനെ തുടർന്നുള്ള ലഹളയാണ് ഊരൂട്ടമ്പല ലഹള. ഇത് കൊല്ലവർഷം 1990 നടന്ന ലഹളയായതുകൊണ്ടാണ് 90-ാം ആണ്ട് എന്നറിയപ്പെടുന്നത്. ഇതേ വർഷം തന്നെയാണ് അയ്യൻകാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമരമായ കല്ലുമാല സമരം നടന്നത്. ഇത് പുലയ സ്ത്രീകൾക്ക് ആഭരണങ്ങൾ ധരിക്കുവാനുള്ള അവകാശം നേടിയെടുക്കാൻ വേണ്ടി അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണിത്. കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് നടന്ന ലഹളയായതുകൊണ്ടാണ് പെരിനാട് ലഹള എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ 1937 ഗാന്ധിജിയും അയ്യൻകാളിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. 1938 സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കി മാറ്റി. 1941 ജൂൺ 18 അയ്യൻകാളി അന്തരിച്ചു. അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വെങ്ങാനൂരിലെ ചിത്രകൂടം. ശവകുടീരം അറിയപ്പെടുന്ന പഞ്ചജന്യം എന്നാണ്. 1980 തിരുവനന്തപുരം കവടിയാർ സ്ക്വയറിൽ അയ്യൻകാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന ബഹുമതി നൽകി ആദരിച്ചു. പ്രതിമ നിർമ്മിച്ച ശില്പിയാണ് ഇസ്ര ഡേവിഡ്. 2002 ഓഗസ്റ്റ് 12 അയ്യൻകാളിയെ തപാൽ സ്റ്റാമ്പിൽ കൂടി ആദരിക്കപ്പെട്ടു. 2010 നഗരപ്രദേശങ്ങളിലെ തൊഴിൽ ഉറപ്പ് പദ്ധതി മഹാത്മാ അയ്യൻകാളി തൊഴിലുറപ്പ് പദ്ധതി എന്നാക്കി മാറ്റി.
2014 മുതൽ അയ്യൻകാളിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 28 അയ്യൻകാളി ജയന്തിയായി കേരള സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചു. 2019 കേരള സർക്കാർ വിക്ടോറിയ ജൂബിലി ഹാൾ അയ്യൻകാളിയുടെ പേരിൽ നാമകരണം ചെയ്തു. അയ്യൻകാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് മഹാത്മാ അയ്യൻകാളി. ഇത് സംവിധാനം ചെയ്തത് സൂര്യദേവാണ്. ഇനി മഹാത്മാ അയ്യൻകാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങാനുള്ള സിനിമയാണ് കതിരവൻ. ഇതിൽ അയ്യൻകാളിയായിട്ട് അഭിനയിക്കുന്നത് മമ്മൂക്കയാണ്. ഇതിന്റെ സംവിധാനം ചെയ്തത് അരുൺ രാജ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അയ്യൻകാളിയെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക.